ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് വൈഫൈനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ പുതിയൊരു വൈഫൈ കണക്ഷൻ എടുത്തിട്ടുണ്ട്. കേരള വൈഫൈ ആണ് എടുത്തിരിക്കുന്നത്, അതായത് കേരള വിഷൻ്റെ വൈഫൈ ആണ് എടുത്തിരിക്കുന്നത്. ഇത് എടുക്കാനുള്ളൊരു പ്രധാന കാരണം കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ കൂടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞങ്ങൾ എടുക്കുമ്പോൾ പല കണക്ഷനെ പറ്റിയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയത് കേരള വിഷനായിരുന്നു. കാരണം അതിൻ്റെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. BSNL ഒക്കെ നല്ലത് തന്നെയാണ്, സ്പീഡും ഒക്കെ. കേരള വിഷനും കുഴപ്പമില്ല. ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ കേരള വിഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേരള വിഷൻ എടുത്തത്. പിന്നെ ഇതിന് വേറെ രണ്ട് പ്രത്യേകതയുണ്ട്. ഇതിൽ വോയിസ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഫോൺ വിളിക്കാം ഫ്രീ ആയിട്ട്. ലൈൻ ഫോൺ കണക്ട് ചെയ്താൽ ഫ്രീ ആയിട്ട് ഫോൺ വിളിക്കാനൊക്കെ പറ്റും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ വീട്ടിലുള്ള ഫോണ് റീചാർജ് ചെയ്യാതെ ഇതിൻ്റെ ബില്ലിൽ മാത്രം നമുക്ക് കോള് ചെയ്യാൻ പറ്റും. അതൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇത് കണക്ഷൻ എടുക്കുമ്പം 2000 രൂപയാണ്. അത് 4 മാസത്തെ ഫ്രീ വൈഫൈ കിട്ടും നമുക്ക് കേട്ടോ. ഇതിലാണ് ലൈൻ ഫോണ് കുത്തേണ്ട ഓപ്ഷൻ കേട്ടോ. 2 ഫോണ് കുത്താം, ലൈൻ 1 ലൈൻ 2 എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. BSNL വോയിസ് ഉണ്ട്, പക്ഷേ അതിന് എക്സ്ട്രാ ചാർജ് നമ്മൾ വിളിക്കുന്നതിനനുസരിച്ച് കൊടുക്കണം. ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത്. അപ്പോൾ പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. 478 സ്റ്റാർട്ടിങ് ഉണ്ട്. അത് വോയിസ് കോൾ അടക്കമുള്ളതാണ് കേട്ടോ ചെറിയ പ്ലാനുകളിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. വോയിസ് കോൾ ഉൾപ്പെടെയുള്ള പ്ലാനും ഒക്കെ ഉണ്ട്. 478, 578, 500 ചില്ലാനൊക്കെ വരുന്നതിനൊക്കെ വോയിസ് കോൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈൻ ഫോൺ കണക്ട് ചെയ്താൽ വേറെ എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വൈഫൈയും കിട്ടും, കോളും ചെയ്യാൻ പറ്റും. അപ്പം വീട്ടിൽ ഇനി ടച്ച് ഫോണൊന്നും ഇല്ലാതെ നിൽക്കുന്നവർക്ക് അപ്പോൾ റീചാർജ് ചെയ്യാതെ നമുക്ക് ലൈൻ ഫോൺ ഫ്രീ ആയിട്ട് കോള് വിളിക്കാം. നമുക്ക് വീട്ടിലേക്കും വിളിക്കാം, നമ്മളെ തിരിച്ചും വിളിക്കാനൊക്കെ അവർക്ക് പറ്റുന്നതാണ്. അപ്പോൾ ലൈൻ ഫോണിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കണമെന്നും ലൈൻ ഫോൺ ഏത് ലൈൻ ഫോണാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്ലാന് എടുക്കുമ്പോൾ മോഡം ഒക്കെ ഫ്രീ ആണ്. 2000 രൂപ റീചാർജിൻ്റെ പൈസ നമ്മൾ ആദ്യം അടയ്ക്കണം. 4 മാസത്തേക്ക് പിന്നെ നെറ്റൊക്കെ ഫ്രീ ആണ് കേട്ടോ. 3500 GB ആണ് നമുക്ക് കിട്ടുന്നത്. BSNLൻ്റെ ഒക്കെ ആദ്യം 3000 റുപ്യൻ്റെ അടുത്ത് മോഡത്തിനും ഒക്കെ കൂടി ചാർജ് വരുന്നുണ്ട്. കേരള വൈഫൈ മാത്രമായിരുന്നു ഞാൻ ഈ സമയത്ത് അന്വേഷിച്ചപ്പം ഫ്രീ ആയിട്ടുള്ളത്. പിന്നെ വോയിസിൻ്റെ ഇതും കൂടി കണ്ടപ്പോൾ കേരള വൈഫൈ ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാനിനി ഫോണ് ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അവരുടെ വാട്സപ്പ് നമ്പറാണിത്. അപ്പോൾ അവരുടെ സൈറ്റിൽ തന്നെ ഉണ്ട്, അവിടെ വാട്സപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട് ഫോൺ ഏതൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് അവരുടേത് തന്നെ ഫോണ് വേണമെങ്കിൽ വാങ്ങാം, അതിൽ വിലയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് നല്ല ഡിസൈനുള്ള ഫോണോ ഒക്കെ ഉണ്ടെങ്കിൽ അതും വാങ്ങി നമുക്ക് ഒരു പണിയില്ല, അത് വാങ്ങുക, അതിൻ്റെ പിന്ന് അതിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവരെ ഈ നമ്പർ ഉണ്ടല്ലോ, നമുക്ക് അവർ നമ്പർ കണക്ഷൻ എടുക്കുമ്പോൾ അവരെ കോൺടാക്ട് നമ്പർ നമ്മൾ വാങ്ങില്ല. അപ്പോൾ അവരോട് വിളിച്ച് പറഞ്ഞാൽ അവർ ഫോണിൻ്റെ ആക്ടിവേറ്റ് ആക്കി തരുന്നതാണ്. അപ്പോൾ അത് കണ്ടോ, ഫോണുകളാണ് 750 ഒക്കെ ഫോണുണ്ട് കേട്ടോ. സ്ക്രീനുള്ളത് നമ്പർ അടിക്കുമ്പോൾ സ്ക്രീന് കാണുന്നത് 750 മുതലുണ്ട്. പിന്നെ മറ്റേത് 605, 680 ഒക്കെയാണ് സ്ക്രീൻ ഇല്ലാത്തതിന് ടൈപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓൺലൈനിലോ ആമസോണിലൊക്കെ നല്ല നല്ല മോഡൽസ് കിട്ടും. പിന്നെ 730 ആണ് സ്ക്രീന്. നമ്പർ അടിച്ചാൽ സ്ക്രീൻ അടക്കമുള്ളതിന് 730 ഇവരിൽ സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ 900 ഉള്ള വേറെ ഫോണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവരെ തന്നെ എടുത്തിട്ട് ഓരോ വിളിച്ച് വരാം, അങ്ങനെ ആക്ടിവേറ്റ് ചെയ്തു തരാൻ പറഞ്ഞാൽ. അപ്പോൾ ഇപ്പം ഈ 2000 രൂപ ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ കണക്ഷൻ എടുക്കുമ്പോൾ കൊടുത്ത 2000 രൂപ ഈ വോയിസ് ഉള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 4 മാസം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഡാറ്റാൻ്റെ കൂടെ കോള് വിളിക്കാം, അൺലിമിറ്റഡ് ആയിട്ട് തന്നെ വിളിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ അപ്ലോഡിങ് സ്പീഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പോൾ വെറുതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പീഡ് നോക്ക്, 3 MB ഒക്കെ വെച്ചിട്ട് കയറുന്നു കേട്ടോ. 3-4 MBൻ്റെ ഒക്കെ
MB ഒക്കെ സെക്കൻഡിൽ വെച്ച് നമുക്ക് കയറുന്നുണ്ട്. 2 GB ഫയലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡൊന്നും വലിയ കുഴപ്പമില്ല, നല്ല സ്പീഡൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഡൗൺലോഡ് സ്പീഡും ഇതുപോലെ തന്നെ ഇത്ര MB വെച്ചിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 3500 GB ഒക്കെ ഉണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ബായ്.